ഡൽഹിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരു കോച്ചിംഗ് സെന്ററിലെ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ലോക്സഭയിൽ ഹൈബി ഈഡൻ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനുമാണ് ആവശ്യം. അതോടൊപ്പം പഠന കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള കർശന നടപടികൾ എടുക്കണമെന്നും ഹൈബി ഈഡൻ MP നോട്ടീസിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ആദർശ് തുളസീധരം ചേരുന്നുണ്ട്. ആദർശ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളടക്കം വലിയ ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈബി ഈഡൻ അടക്കമുള്ളവർ ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്നത്. ഈ സംഭവം എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും ഇനി അങ്ങോട്ട് അന്വേഷണമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ? സഭയിൽ ഈ വിഷയത്തിൽ ചെയർമാൻ ഹ്രസ്വ ചർച്ച നടത്തുന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഭരണപക്ഷമാണ് ഡൽഹിയിലെ ഈ കോച്ചിംഗ് സെന്ററിലുണ്ടായ ഈ ഒരു അപകടത്തിൽ ചർച്ച വേണം എന്നൊരു ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ഭരണപക്ഷം നൽകിയ ഈ നോട്ടീസിന് ചെയർമാൻ അനുമതി നൽകിയിരിക്കുകയാണ്. അതോടെ രാജ്യസഭയിൽ വിഷയം ചട്ടം 176 അനുസരിച്ച് ഹ്രസ്വ ചർച്ച നടത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഹ്രസ്വ ചർച്ചയുടെ സമയം ഭരണപക്ഷവുമായും പ്രതിപക്ഷവുമായും ചർച്ച ചെയ്തതിന് ശേഷം ചെയർമാൻ തീരുമാനിക്കുകയും ചെയ്യും. നേരത്തെ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ചട്ടം 276 അനുസരിച്ചുള്ള ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്ന ഒരു ആവശ്യം. ഈ വിഷയത്തോടൊപ്പം തന്നെ നീറ്റും ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ആവശ്യവും കോൺഗ്രസിന്റെ MP-മാരുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഭരണപക്ഷം അതിന് തയ്യാറായില്ല. പകരം അവർ ഹ്രസ്വ ചർച്ച അനുവദിക്കുന്ന ചട്ടം 176 പ്രകാരം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ചെയർമാൻ അത് അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള MP ഹൈബി ഈഡൻ, കോൺഗ്രസ് നേതാവ് മാണിക്കൻ ടാഗോർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. ഈ വിഷയം ചർച്ചയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP ഇതിൽ ആം ആദ്മി പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് മുമ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ABVP-യും ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നതടക്കമുള്ള ആവശ്യവുമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും പ്രതിഷേധത്തിലാണ്. എന്തായാലും ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിവാദമായി രാജ്യതലസ്ഥാനത്ത് മാറുമ്പോഴാണ് പാർലമെന്റിലും ഈ വിഷയം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഉന്നയിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അമ്പിളെ, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദർശ് തുളസീധരൻ.